ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗവും ലാത്തി ചാർജും. വാടാനംകുറിശ്ശിയിൽ മന്ദഗതിയിലായ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത പ്രതിസന്ധിക്കെതിരെ BJPയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണം. ഏതു സാഹചര്യത്തെയും നേരിടാൻ നാട് സജ്ജമെന്നും മന്ത്രി. കനത്ത മഴ തുടരുന്നു. പുഴയോരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ഭാരതപ്പുഴയിലെ ചങ്ങണാങ്കുന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുകളുടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. മാത്തൂർ കോട്ടായി മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. കാർഷിക മേഖലയ്ക്കും കനത്ത മഴ തിരിച്ചടിയായി. അൻവർ UDF-ൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തും. തരൂർ BJP-യിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും K. മുരളീധരൻ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. പാലം നിർമ്മാണത്തിന് റെയിൽവേ അന്തിമാനുമതി നൽകിയെന്ന് K. രാധാകൃഷ്ണൻ MP. സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാൽ 1.5 വർഷം കൊണ്ട് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ 7.5 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് റെയിൽവേ പോലീസ്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട് കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. MLA ഓഫീസിനു മുന്നിൽ പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അത് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്നും പിരിഞ്ഞു പോകാതെ നിലയുറപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷമായി. പോലീസ് ലാത്തി വീശി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട AC മൊയ്തീൻ MLA സ്ഥാനം രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയ ചരക്ക് കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയതായും മന്ത്രി തൃശ്ശൂരിൽ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. പല ജില്ലകളിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി.
വരുന്ന ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. ജൂൺ 5 വരെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ മഴ പ്രവചിക്കുന്നുണ്ട്. 6 മുതൽ 12 വരെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുക. മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന കാറ്റാണ് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് 66 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 1894 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ 6 മുതൽ 12 വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. ഇന്ന് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മെയ് 29-ാം തീയതി ജില്ലയിൽ ലഭിച്ച മഴ സാധാരണത്തേതിനേക്കാൾ നല്ല മഴ തന്നെയാണ് എന്നാണ് പൊതുവെ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇന്നലെ മഴ മാത്രമായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം. മഴയോടൊപ്പം ഇന്നലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടു. പൊന്മുടിയിൽ മണിക്കൂറിനുള്ളിൽ 54 കിലോമീറ്റർ വരെ വേഗതയിലും, കുമരകത്ത് 43 കിലോമീറ്റർ, കരുമാടി 44 കിലോമീറ്റർ, റാന്നി 43 കിലോമീറ്റർ, നൂറനാട് 39 കിലോമീറ്റർ, പാരിപ്പള്ളി 39 കിലോമീറ്റർ. ഈ വേഗതയിലാണ് ഇന്നലെ കൊച്ചിയിലെ റഡാറിൽ കാറ്റിൻ്റെ വേഗതയായിട്ട് കാണുന്നത്. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഴയുടെ ഭാഗമായി വലിയ തരത്തിൽ മരങ്ങൾ വീഴുന്നു എന്നുള്ളതാണ്. വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ സെക്ഷൻ 238 പ്രകാരം അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധികാരം പൂർണ്ണമായിട്ടും ഈ ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയേ മതിയാകും. ആലപ്പുഴയ്ക്ക് സമീപം ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയതായും തീരം വൃത്തിയാക്കാനുള്ള നടപടികൾ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നർ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വരില്ല എന്നുള്ളതാണ് DGCIയുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമായതെന്നും മന്ത്രി പറഞ്ഞു. കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് അപകടകരമാം വിധത്തിൽ ജലവുമായി കൂടിച്ചേരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് TNT കമ്പനി നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. DG ഷിപ്പിംഗ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോഴും ഈ കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വളരെ സേഫായി പുറത്തേക്ക് വരാത്ത വിധം അനൂപിനിയെ ഷീറ്റടിച്ച് ഭദ്രമാക്കിയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് ഉള്ളത്. അതൊരു കാരണവശാലും പുറത്ത് വരില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേടി ഉണ്ടാകേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ആരംഭിച്ച നേരത്തെ ഞാൻ പറഞ്ഞ സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നമ്മൾ ഈ 51 മീറ്ററും 31 മീറ്ററും കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ പട്ടാമ്പി തൃത്താല മേഖലയിൽ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം. പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഓങ്ങല്ലൂർ, ചെങ്ങണാകുന്ന്, തൃത്താല, വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുകളുടെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പട്ടാമ്പി, തൃത്താല ഭാഗങ്ങളിൽ ഇരുകരയും മുട്ടിയൊഴുകുന്ന ഭാരതപ്പുഴയിൽ ഒഴുക്കും വർദ്ധിച്ചു. പട്ടാമ്പി പാലത്തിന് 1.5 മീറ്റർ താഴ്ചയിലാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പാലത്തിന് മുകളിലൂടെ ഒഴുകുന്ന സാഹചര്യം വന്നാൽ വാഹനങ്ങളുടെ പോക്ക് നിലയ്ക്കും. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഓങ്ങല്ലൂർ, ചെങ്ങണാകുന്ന്, തൃത്താല, വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുകളുടെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ഒഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പി പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നേരത്തെ നിർത്തിവെച്ചിരുന്നു. മഴ ഇനിയും ശക്തമാകുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി തൃത്താല മേഖലയിലെ തീരദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാലവർഷം മാത്തൂരിലും കോട്ടായി മേഖലയിലും വൻ നാശനഷ്ടം വിതയ്ക്കുന്നു. നിരവധി വീടുകൾ തകർന്നു. വീട്ടുമുറ്റത്തെ കിണറുകൾ പലതും ഇടിഞ്ഞു താഴ്ന്നു. പരക്കെ ഗതാഗത തടസ്സവും നേരിടുകയാണ്. കാർഷിക മേഖലയും വൻ പ്രതിസന്ധിയിലാണ്. മാത്തൂരിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾ തകർന്നു. ഒന്നാം വിളയ്ക്ക് തയ്യാറാക്കിയ ഞാറ്റടി വെള്ളത്തിൽ മുങ്ങിയതും വയൽവരമ്പുകൾ തകർന്നതും നെൽകർഷകരുടെ പ്രതീക്ഷകൾ അപ്പാടെ തകർത്തു. മാത്തൂർ പല്ലഞ്ചാത്തന്നൂർ ഇടക്കാട്ടുപറമ്പ് ആണ്ടിത്തറ പരേതനായ സുബ്രഹ്മണ്യൻ്റെ ഭാര്യ തങ്കയുടെ ഓടിട്ട വീട് പൂർണ്ണമായി തകർന്നു വീണു. വീട് തകർന്നതോടെ വൃദ്ധയായ തങ്കയും കുടുംബവും താമസിക്കാൻ ഇടമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ,
വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ നദീറ ഇസ്മായിൽ, മുൻ മെമ്പർ ഇസ്മായിൽ എന്നിവർ വീട് സന്ദർശിച്ചു. ആഴ്ചകളായി തുടരുന്ന മഴയിൽ കോട്ടായി മേഖലയിലും വ്യാപകമായ നാശനഷ്ടമാണ്. വീട്ടുമുറ്റത്തെ നിരവധി കിണറുകൾ താഴ്ന്നു, കക്കൂസ് പുരകൾ തകർന്നടിഞ്ഞു. KSRTC ബസ് പാതയോരത്തെ കുഴിയിൽ കുടുങ്ങി. 9-ാം വാർഡിൽ പുളിനെല്ലി കോലാമ്പറമ്പ് വേലാണ്ടിയുടെ മകൻ കൃഷ്ണദാസിന്റെ വീട്ടുമുറ്റത്തെ കിണർ ആൾമറയടക്കം താഴ്ന്നു. പമ്പിംഗ് മോട്ടോർ അടക്കം കിണറിനകത്താണ്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. കോട്ടായി 5-ാം വാർഡിൽ കരിയംകോട് ഇളയത്തൊടി ഹരിദാസിന്റെ വീട്ടുമുറ്റത്തെ കിണർ താഴ്ന്നു. വലിയ ആഴമുള്ള കിണറാണിത്. കോട്ടായി 6-ാം വാർഡിൽ അണ്ടത്തുകാട് അർജുനന്റെ വീടിനോട് ചേർന്നുള്ള കുളിമുറിയും കക്കൂസും താഴ്ന്നുപോയി. കോട്ടായി സെൻട്രൽ പ്രധാനപാതയിൽ ചാർവാകം ആശുപത്രിക്ക് മുന്നിൽ റോഡിൽ ഗതാഗതത്തിന് ഭീഷണിയായി ടാറിംഗ് താഴ്ന്ന് വൻ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് നിന്നും കോട്ടായി വാവുള്ളിയാൽ കാളികാവ് വഴി മങ്കര പത്തിരിപ്പാലയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് വാവുള്ളിയാലിന് സമീപം പാതയോരത്തെ ഗർത്തത്തിൽ കുടുങ്ങി. മണ്ണുമാന്തി യന്ത്രം എത്തിച്ചാണ് ബസ് ഉയർത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. റെയിൽവേയിൽ നിന്നും അന്തിമ അംഗീകാരം ലഭിച്ചതായി K. രാധാകൃഷ്ണൻ MP അറിയിച്ചു. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. ജനങ്ങളുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. ചേലക്കര ചെറുതുരുത്തി റോഡിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് പകരം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖയ്ക്ക് റെയിൽവേയുടെ അനുമതി ലഭിച്ചതായി K. രാധാകൃഷ്ണൻ MP അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത സംരംഭമായ K-റെയിലാണ് പദ്ധതിയുടെ നിർവ്വഹണം ഏറ്റെടുത്തിട്ടുള്ളത്. പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുകയും സ്ഥലവില നിശ്ചയിക്കുകയും ചെയ്തു. ഏറ്റെടുക്കലിനു വേണ്ടി തുക അനുവദിക്കുന്നതിനായുള്ള നടപടികൾ നടന്നുവരുന്നു. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ പുതുതായി നിർമ്മിക്കുന്ന റെയിൽവേ ട്രാക്കുകൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ. നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ച GAD-യിൽ റെയിൽവേ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും K-റെയിൽ പുതിയ GAD അംഗീകാരത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. സദേൺ റെയിൽവേ ജനറൽ മാനേജർക്ക് അംഗീകാരം ലഭ്യമാക്കാൻ MP കത്ത് നൽകിയിരുന്നു. MP-മാരുടെ കോൺഫറൻസിൽ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. സാമൂഹ്യാഘാതം പരമാവധി കുറച്ചും നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കിയുമാണ് മേൽപ്പാലത്തിന്റെ രൂപരേഖ K-റെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. 423 മീറ്ററാണ് മേൽപ്പാലത്തിന്റെ ആകെ നീളം. 7.5 മീറ്റർ വീതിയിലാണ് മേൽപ്പാലത്തിലെ റോഡ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു വശത്ത് 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ടാകും. റെയിൽവേ ലൈനിന്റെ ഇരുഭാഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്റ്റെയർ കേസും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കും. നിലവിലുള്ള റോഡിലൂടെ മേൽപ്പാലം നിർമ്മിക്കുന്ന ഭാഗത്ത് പ്രദേശവാസികളുടെ ഗതാഗത സൗകര്യം നിലനിർത്തുന്നതിനുവേണ്ടി 4.50 മീറ്റർ വീതിയിൽ സർവീസ് റോഡും പദ്ധതിയുടെ ഭാഗമായുണ്ടാകും. സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായാൽ 15 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ MP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അൻവർ UDF-ൽ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തും. തരൂർ BJP-യിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും K. മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. സന്ധ്യയാകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നായിരുന്നു അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തോട് K. മുരളീധരന്റെ ആദ്യ പ്രതികരണം. അൻവർ UDF-ലെത്തും. അദ്ദേഹം തെറ്റിതിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ പറഞ്ഞു. ട്രെയിനുകളൊക്കെ ലേറ്റാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഇതിലേറെ പ്രശ്നമാണ് നിലമ്പൂർ പല ഭാഗങ്ങളിലും വെള്ളം കയറി ശക്തമായിട്ട് മഴയാണ്. അവിടെയൊക്കെ ഉരുൾപൊട്ടലൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ ഇലക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇലക്ഷൻ വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ ഒരു പ്രശ്നവുമില്ല. അൻവറിന് കൊടുത്തിട്ടുള്ള വാക്കുകൾക്കൊന്നും ഒരു മാറ്റം ഞങ്ങൾ വരുത്തിയില്ല. പക്ഷെ അതിന് ശേഷം ഉണ്ടായ അൻവറിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളുടെ തകരാറുകൾ അദ്ദേഹം തന്നെ പരിഹരിച്ചാൽ മതി. തീർച്ചയായിട്ടും അദ്ദേഹം വരുന്നതാണ് ഇപ്പോഴെൻ്റെ പ്രതീക്ഷ. അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് UDF സഹകരിച്ചതാണ് എൻ്റെ പ്രതീക്ഷ. തരൂർ BJP-യിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസം. പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ നേട്ടങ്ങൾ അദ്ദേഹം പറയാതെ പോയി. അക്കാര്യങ്ങൾ കൂടി എടുത്തു പറയണമായിരുന്നു. ഞാൻ ഇപ്പോഴും അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം BJP-ക്ക് ഒരുപാട് കാലമായി അവർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നു. അദ്ദേഹം വളർന്നു. അദ്ദേഹം പാർട്ടിയുടെ ഓടെ അവസാനം വരെ നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അദ്ദേഹമായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് ഡൽഹിയിലൊക്കെ ഞാൻ സംസാരിക്കാൻ എനിക്കറിയായിരുന്നു. അദ്ദേഹത്തിനെ സ്വാധീനിക്കാൻ BJP-ക്കാർ ഒരുപാട് കാലം ശ്രമിച്ചിരുന്നെങ്കിലും ആ വലയിലും അദ്ദേഹം വീണില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സൊരു കോൺഗ്രസിൻ്റെ മനസ്ഥിതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ.
ആരാണ് വഴിയാധാരമായതെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ജോ ജോസഫിന്റെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം. ഞാൻ വഴിയാധാരമാകാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ നിന്നും ഉപേക്ഷിച്ച നിലയിൽ 7.34 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. റെയിൽവേ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ട്രെയിനുകൾ വഴിയുള്ള ലഹരിക്കടത്ത് തടയുന്നതിൻ്റെ ഭാഗമായി ഷൊർണൂർ റെയിൽവേ പോലീസും റെയിൽവേ ഡാൻസ് ഓഫ് സ്ക്വാഡും RPF CIB സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ തീവണ്ടിയിൽ നിന്ന് കഞ്ചാവടങ്ങിയ ബാഗ് കണ്ടെത്തിയത്. തീവണ്ടിയിലെ 3-ാമത്തെ കോച്ചിൻ്റെ വാഷ് ബേസിന് സമീപത്തായി ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെട്ട ഷോൾഡർ ബാഗിനുള്ളിലായിരുന്നു കഞ്ചാവ്. 7.34 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഷൊർണൂർ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ റെയിൽവേ സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു, ഉദ്യോഗസ്ഥരായ CV ഹരിദാസ്, ശശിനാരായണൻ, അജ്മൽ, അജിത് അശോക്, അജീഷ്, അനിൽകുമാർ, മണികണ്ഠൻ, ഷമീർ, രജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനും പാതയുടെ തകർച്ച മൂലമുള്ള യാത്രാ ദുരിതത്തിനുമെതിരെ BJPയുടെ പ്രതിഷേധം. ചളിക്കുളമായ പാതയിലൂടെ യാത്ര ദുരിതപൂർണമായെന്നും മഴയെത്തിയതോടെ സർവീസ് റോഡ് തകർന്നെന്നും BJP ചൂണ്ടിക്കാട്ടി. വാടാനംകുറിശ്ശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം വൈകുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. 3 വർഷത്തിലധികമായി നിർമ്മാണം തുടങ്ങിയിട്ട്. പാലത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പൂർത്തിയാകുമെന്ന് കണ്ടറിയണം. വർഷക്കാലമെത്തിയപ്പോൾ ചളിക്കുളമായ പാതയിലൂടെ വാഹനയാത്ര ദുരിതപൂർണമായിട്ടുണ്ട്. നിർമ്മാണം നടക്കുന്ന അപ്രോച്ച് റോഡ് ഭാഗത്തുകൂടെയുള്ള യാത്രയാണ് കൂടുതൽ ദുരിതം. കുഴിയിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ വീഴുന്ന സ്ഥിതിയാണിവിടെ. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനും പ്രയാസമാണ്. ഈ സാഹചര്യത്തിലാണ് മേൽപ്പാലം നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിനും പാതയിലെ ശോച്യാവസ്ഥയ്ക്കുമെതിരെ BJP വാടാനംകുറിശ്ശി ഏരിയ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗേറ്റ് പരിസരത്ത് നിന്ന് പ്രവർത്തകർ പ്രകടനമായാണ് സ്ഥലത്തെത്തിയത്. തുടർന്ന് അപ്രോച്ച് റോഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി BJP പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി NK രജിൻ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശ്ശിക്ക് മാത്രമല്ല ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന അനേകമായിരം നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതം പേറുന്നൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. BJP ഏരിയ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. M ശ്രീജേഷ്, ബിജു, രഞ്ജിത്ത്, ശംഖുരാജ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച മണ്ണാർക്കാട് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ പ്രസന്നകുമാരിക്ക് ജന്മനാട് വിട നൽകി. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം താലൂക്ക് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം പിന്നീട് വീട്ടിലെത്തിച്ചു. ജീവനക്കാരും സഹപ്രവർത്തകരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അന്തിമോപചാരമർപ്പിച്ചു. ജീവനക്കാർ, സഹപ്രവർത്തകർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ അന്ത്യോപചാരമർപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മൃതദേഹം മണ്ണൂർ കൊട്ടക്കുന്നിലെ വീട്ടിലെത്തിച്ചു. മണ്ണാർക്കാട് എംപ്ലോയ്മെൻറ്റ് ഓഫീസിലെ ജീവനക്കാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. വൈകിട്ട് തന്നെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരും ഓഫീസർമാരും വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. സംഭവം പറഞ്ഞ MLA അഡ്വക്കേറ്റ് ശാന്തകുമാരിയും വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. കുടുംബാംഗങ്ങളുമായി MLA സംസാരിച്ചു. ജന്മനാ തന്നെ ചില ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തരണം വിദ്യാഭ്യാസത്തിലൂടെ ഒരു ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്ക് അത് കയറി വന്നെന്ന് പറയുന്നത് നമ്മുടെ നാടിനൊരു പ്രചോദനമാണ്. കനത്ത മഴ പോലും വകവയ്ക്കാതെ ജനങ്ങളും വീട്ടിലേക്കെത്തി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തിയിരുന്നു.
വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ്, വാർഡംഗം സുനിത, CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും വീട്ടിലെത്തി. രാവിലെ 11 മണിയോടെ മൃതദേഹം ഐവർ മഠത്തിലെത്തി സംസ്കരിച്ചു. മെയ് 31 റിട്ടയർ ചെയ്യാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. 31 വൈകിട്ട് വീട്ടിൽ 150 പേർക്ക് റിട്ടയർമെന്റ് വിരുന്നും ഒരുക്കിയിരുന്നു. വീട്ടിൽ അതിനുള്ള പന്തലും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. കനത്ത മഴയെ തുടർന്ന് കൊപ്പത്ത് പാതയുടെ വശമിടിഞ്ഞ് ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ കൊപ്പത്തെ കല്ലേപ്പള്ളി പാലത്തിന് സമീപമുള്ള പാതയോരമാണ് ഇടിഞ്ഞത്. കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒറ്റവരിയായി മാത്രമേ വാഹനങ്ങളെ കടത്തിവിടുന്നുള്ളൂ. ടോറസ് പോലുള്ള അമിത ഭാരമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ നിയന്ത്രണമുണ്ട്. റോഡിന് അടിയിലെ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് വലിയ അപകട ഭീഷണി നേരിടുന്നുണ്ട്. സംഭവസ്ഥലം മുഹമ്മദ് മോസിൻ MLA, കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷം മാത്രമേ മറ്റു നടപടികൾ സ്വീകരിക്കൂ എന്ന് MLA പറഞ്ഞു. ഇപ്പം എന്തായാലും പോലീസുമായി DYSP ആയിട്ട് സംസാരിക്കുകയും പോലീസുകാർ ഇവിടെ ഉണ്ട്. ഭാരവാഹനങ്ങളുടെ കാര്യം നോക്കിയിട്ട് ആണ് നമ്മൾ പരിശോധിക്കും. ഇപ്പം തൽക്കാലം കടത്തി വിടുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇനിയും മഴ രൂക്ഷമാവുകയാണെങ്കിൽ അതിൻ്റെ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. റോഡ് ഇതുവരെ പൊട്ടിയിട്ടില്ല. പക്ഷെ റോഡ് പൊട്ടിയിട്ടില്ലെങ്കിലും റോഡിൻ്റെ അടിയിലുള്ള മണ്ണ് ഒരു ഭാഗത്തെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പം അത് തന്നെ കൽവർട്ടിൻ്റെ സൈഡിലൊക്കെയുള്ള മണ്ണൊലിച്ചു പോയത് വലിയ തരത്തിലുള്ള അപകടത്തിന് സാധ്യത ഉള്ളതാണ്. അപ്പം അത് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ PWD ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അടിയന്തരമായി അത് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് ഓങ്ങല്ലൂരിൽ തുടക്കമായി. 129 പ്രതിനിധികളാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന മണ്ഡലം സമ്മേളനങ്ങളുടെ ഭാഗമായാണ് CPI പട്ടാമ്പി മണ്ഡലം സമ്മേളനത്തിന് വെള്ളിയാഴ്ച ഓങ്ങല്ലൂരിൽ തുടക്കമായത്. ഓങ്ങല്ലൂർ PAM ഓഡിറ്റോറിയത്തിലെ കാനം രാജേന്ദ്രൻ നഗറിലാണ് 2 ദിവസത്തെ സമ്മേളനം. മുതിർന്ന നേതാവ് EP ശങ്കരൻ പതാക ഉയർത്തി. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനപ്പെട്ട വിഷയവും അതാണ്. പഴയതുപോലെ ആറ്റം ബോംബും അണുബോംബും ഒന്നും ഉപയോഗിച്ചല്ല യുദ്ധം നടക്കുന്നത്. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു, വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നു, മേഖലാടിസ്ഥാനത്തിൽ കരാറുകൾ ഉണ്ടാക്കുന്നു. ആ കരാറുകളിലൂടെ മറ്റു രാജ്യങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കാനും മറ്റു രാജ്യങ്ങളിലെ വിപണി കൈയടക്കാനും നിയന്ത്രിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളാണ് അമേരിക്കയും സാമ്രാജ്യത്വ രാജ്യങ്ങളും. മണ്ഡലം പ്രസിഡന്റ് OK സൈദലവി അധ്യക്ഷത വഹിച്ചു. പരമേശ്വരൻ രക്തസാക്ഷി പ്രമേയവും C പ്രശാന്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, മുഹമ്മദ് മോസിൻ MLA, T സിദ്ധാർത്ഥൻ, പൊറ്റശ്ശേരി മണികണ്ഠൻ, സുമലത മോഹൻദാസ്, EP ശങ്കരൻ, കരുണാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 6 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 129 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ലോക്കൽ കമ്മിറ്റികൾ യോഗം ചേർന്ന് ചർച്ച നടത്തി. സമ്മേളനത്തിൽ 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് മണ്ഡലം സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗം OK സൈദലവി അവതരിപ്പിച്ചു. ശനിയാഴ്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പ്രതിനിധികൾ ചർച്ച നടത്തിയ ശേഷം ജില്ലാ സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ഇതോടൊപ്പം പുതിയ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളെയും തിരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ തുറന്നു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് പോകണമെന്നുള്ള ഒരു സംവിധാനം എല്ലാവർക്കും അറിയാം. അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അത് നമ്മുടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പ്രത്യേകിച്ചും 10ാം ക്ലാസ് കഴിഞ്ഞുള്ള ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുമൊക്കെ ഇത് കൃത്യമായി പരിപാലിപ്പിക്കുകയും അല്ലെങ്കിൽ അത് നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 2 കോഴ്സുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഒന്ന് IoT, രണ്ടാമത് ഫിറ്റ്നസ് ട്രെയിനിങ് സെൻറ്റർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ പ്രശാന്ത് മുഖ്യാതിഥിയായി. പറളി BPC അജിത് പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അബ്ദുൾ മുത്തലീഫ്, മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം AA ഷിഹാബ്, PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ, K സന്തോഷ് കുമാർ, MN സീനത്ത്, പ്രിൻസിപ്പൽ K സിന്ധു, പ്രധാനാധ്യാപിക അനിത എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി ആരംഭിച്ച കോങ്ങാട് മണ്ഡലത്തിലെ ഏക കേന്ദ്രമാണ് ഇവിടെ നിലവിൽ വന്നത്. SSLC പാസ്സായവർക്കാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുക. ഫിറ്റ്നസ് ട്രെയിനർ, IoT ടെക്നിക്കൽ സർവീസ് ഓപ്പറേറ്റർ എന്നിവയുടെ ലാബ്, ക്ലാസ് മുറികൾ എന്നിവയൊക്കെ സെന്ററിലുണ്ട്. പ്രിൻസിപ്പൽ കർപ്പകം സ്വാഗതവും SDC കോർഡിനേറ്റർ ഷഹന ബീഗം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളി താൽപ്പര്യം മറന്ന് രാഷ്ട്രീയ താൽപ്പര്യം നടപ്പാക്കുകയാണെന്ന് തയ്യൽ മസ്ദൂർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സോണി സത്യൻ. പാലക്കാട്ട് തയ്യൽ മസ്ദൂർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സോണി സത്യൻ. തൊഴിലാളി അംശാദായം വർദ്ധിപ്പിച്ചിട്ടും ആനുകൂല്യം വർദ്ധിപ്പിക്കാതിരിക്കുന്ന ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കുത്തഴിഞ്ഞതാണെന്നും സോണി സത്യൻ ആരോപിച്ചു. 1994 മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗ തൊഴിലാളികൾക്ക് അംശാദായ വർധനവിന് അനുസൃതമായി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തത് നീതീകരിക്കാനാകില്ല. 2020 മുതൽ അംശാദായം 50 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ആനുകൂല്യങ്ങളിൽ യാതൊരു വർധനവ് വരുത്താതിരിക്കുകയും ചെയ്യുന്ന നടപടി ദ്രോഹകരമാണ്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജില്ലയിൽ നാമമാത്രമായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നൽകുന്നത്. ഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികൾ അംഗങ്ങളായുള്ള ബോർഡിൽ പ്രസവ ധനസഹായം കഴിഞ്ഞ 5 വർഷമായി കുടിശ്ശികയാണ്. തുടരെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോഴും ഭരണാനുകൂല സംഘടനകൾ തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്നും സോണി സത്യൻ ആരോപിച്ചു. തയ്യൽ തൊഴിലാളി മസ്ദൂർ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് VK സുജാത അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി K രാജേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി സലീം തെന്നിലാപുരം, സംസ്ഥാന യൂണിയൻ ഭാരവാഹികളായ പുഷ്പലത S അമർനാഥ്, B രാമകൃഷ്ണൻ, രാജൻ കൊപ്പം, പ്രവീണ ദിലീപ്, K രേഖ, KM ശ്രീജ, P വിജയൻ, TP സിന്ധു, KP ജയരാജൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷോക്കേറ്റ് പിടഞ്ഞു വീണ സഹോദരങ്ങൾക്ക് രക്ഷകനായി KSEB ലൈൻമാൻ. ഒറ്റപ്പാലം കോതകുറിശി KSEB സെക്ഷനിലെ ലൈൻമാൻ ഫാരിസ് ഖാനാണ് സഹോദരങ്ങളായ 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത്. കോതകുറിശി പേങ്ങാട്ടിരി അലി സുലേഖ ദമ്പതികളുടെ മക്കളായ 5ാം ക്ലാസ് വിദ്യാർത്ഥി 10 വയസ്സുള്ള മുഹമ്മദ് നഹിയാനും 1ാം ക്ലാസ് വിദ്യാർത്ഥി 5 വയസ്സുള്ള മുഹമ്മദ് അഫാനുമാണ് ലൈൻമാൻ്റെ കരുതലിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. 5ാം മൈലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. സമീപത്തെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു കുട്ടികൾ. വഴിയിൽ കിടന്ന കമ്പി അഫാൻ മാറ്റിയിടാൻ ശ്രമിച്ചതോടെ ഷോക്കേറ്റു. ഇതുകണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നഹിയാനും ഷോക്കേറ്റു. ഇതിനിടെയാണ് ലൈൻമാൻ ഫാരിസ് ഖാൻ സ്ഥലത്തെത്തിയത്. സമീപത്തെ വീട്ടിൽ വൈദ്യുതിയില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ എത്തിയതായിരുന്നു ലൈൻമാൻമാരായ ഫാരിസ് ഖാനും ഹരി മനോജും. കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കമ്പി പൊട്ടിച്ചാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. കംപ്ലൈൻറ്റ് പരിഹരിക്കാനായിട്ട് കൺസ്യൂമർ കംപ്ലൈൻറ്റ് പരിഹരിക്കാനായി വന്നായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കംപ്ലൈൻറ്റുള്ള പോസ്റ്റിൽ കംപ്ലൈൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത പോസ്റ്റിൽ ഒരു സർവീസർ കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആരും കണ്ടിട്ടില്ല, കംപ്ലൈൻറ്റ് വന്നിരുന്നില്ല. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റുള്ള പോസ്റ്റിലെ കംപ്ലൈൻറ്റ് വന്നിറങ്ങി 1 മിനിറ്റ് സമയം പരിഹരിച്ച് ആ പോസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് തൊട്ട് പുറകിലെ പോസ്റ്റിൽ ഇന്ന് കുട്ടിയുടെ കരച്ചിൽ 2 കുട്ടികളുണ്ട്. ഒരു 5 വയസ്സായ കുട്ടിയും ഒരു 9 വയസ്സായ കുട്ടിയായിരുന്നു. നോക്കുന്ന സമയത്ത് കമ്പി കിട്ടി. 2 പേരും കറണ്ടുള്ള കമ്പി സ്റ്റേ കമ്പിയിൽ പൊട്ടിയാണ്. കാരണം ആ ലൈൻ പൊട്ടിയിട്ട് റോഡ് ക്രോസിൻ്റെ സർവീസ് പൊട്ടി ആ സ്റ്റേ കമ്പി ലൈനിൽ ആ കമ്പിയിലാണ്. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മറ്റായിട്ടുള്ളതൊന്നുമില്ല. ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാൻ ഏകദേശം നമ്മളൊരു 10-30-40 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ സമയം വരെ ഓടി എത്തുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മാരകമായ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ കട്ടിംഗ് പ്ലെയർ ഉണ്ടായിരുന്നു. കട്ടിംഗ് പ്ലെയർ കൊണ്ട് വലിച്ച് കമ്പി കുട്ടികളുടെ കയ്യിൽ 7 മീറ്ററോളം കമ്പി ഉണ്ടായിരുന്നു. കമ്പി വലിച്ച് മാറ്റുകയാണ് ചെയ്തത്. അതിനിടയിൽ ചെറുതായിട്ട് എനിക്ക് ഷോക്കിൽ ഏറ്റു. 2ാം തവണയും വലിച്ചതിലാണ് കുട്ടികൾ ആ കമ്പിയിൽ നിന്ന് വേർപെട്ടത്. 2 കുട്ടികളുടെ ജീവൻ സംഭവത്തിൽ എല്ലാവരോടും പറയാനുള്ളത് വൈദ്യുതി അപകടങ്ങൾ എപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ ഓപ്പൺ കണ്ടക്ടറാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ മഴക്കാലങ്ങളിൽ വളരെയധികം കൂടുതലാണ്. ലൈൻമാൻ്റെ സമയോചിതമായ ഇടപെടൽ
വലിയ ദുരന്തമാണ് ഒഴിവാക്കിയതെന്ന് അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ പറഞ്ഞു. KSEBിൻ്റെ പരിധിയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഫിറോസ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് 2 കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത്. അതായത് ഏറ്റവും പെട്ടെന്ന് ഒരു തരത്തിലും വേറെ തരത്തിലും ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് 2 കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. അതായത് ലൈന് കുട്ടികളുടെ മുകളിൽ ചുറ്റിയ ആ അവസ്ഥയിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈന് വലിച്ചു നീക്കി ഷോക്ക് ഏൽക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടായി. അതുപോലും ഒരു തരത്തിലും ഒരു സെക്കൻഡ് പോലും തടസ്സപ്പെടാതെ, ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. അതായത് സ്വന്തം ജീവൻ അവിടെ പണയപ്പെടുത്തിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. അത്രയും കഠിനമായിട്ട് ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് 2 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റിലാണ് അപകടം സംഭവിച്ചത്. ആ തൊട്ടടുത്ത പോസ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്താണ് 2 കുട്ടികൾ റോഡിൽ കൂടെ നടന്നു വരുന്നത്. അപ്പോഴാണ് അപ്പുറത്തെ പോസ്റ്റിൽ ലൈന് പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടത്. ആ കിടക്കുക ആ നിമിഷം തന്നെ ചാടി ഇറങ്ങിക്കൊണ്ട് കുട്ടികളെ രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു ത്യാഗം, അതായത് KSEBിനെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ എത്രമാത്രം അഭിനന്ദിച്ചാലും കഴിയില്ല. അവരുടെ ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗോപി കണ്ണൻ ചെരിഞ്ഞു. പുലർച്ചെ 4 മണിയോടെ ആനക്കോട്ടയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസം മുതൽ ഗോപി കണ്ണൻ തീറ്റയെടുക്കാൻ മടി കാണിച്ചിരുന്നു. 9 തവണ ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ ജേതാവായിട്ടുണ്ട്. 2001 തൃശ്ശൂരിലെ വ്യവസായി ഗോപു നന്ദിലത്താണ് ഗോപി കണ്ണനെ ഗുരുവായൂരിൽ നടയിരുത്തിയത്. 49 വയസ്സായിരുന്നു. ആനക്കോട്ടയിലെ യുവരാജാവായി അറിയപ്പെടുന്ന ഗോപി കണ്ണൻ ചുറുചുറുക്കുള്ള ആനയായിരുന്നു. അപ്രതീക്ഷിതമാണ് വിയോഗം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ. തന്ത്രി കരിയന്നൂർ ഭവത്രാതൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് വിശേഷ പൂജകൾ. വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടത്തുന്ന പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച വൈകിട്ടാണ് തുടക്കം കുറിച്ചത്. പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, വാസ്തുഹോമം, വാസ്തുബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ നടന്നു. 2ാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ബിംബശുദ്ധി, കലശപൂജ, കലശാഭിഷേകം എന്നിവയുണ്ടായി. കരിയന്നൂർ മന ഭവത്രാതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ശനിയാഴ്ച രാവിലെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, 25 കലശപൂജ, 25 കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. രാവിലെ 11-ന് ഭഗവതിയുടെ പിറന്നാൾ സദ്യ ആരംഭിക്കും. വൈകിട്ട് നിറമാല, തായമ്പക, വെളിച്ചപ്പാടിൻ്റെ നൃത്തം എന്നിവയുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി പയങ്കുളം കാരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. മായാമേനോൻ യജ്ഞാചാര്യയാണ്. സഹാചാര്യമാരായി ഓമന രാമചന്ദ്രൻ, അജിത് ശർമ്മ, പിറവം എന്നിവരാണ് യജ്ഞവേദിയിലുള്ളത്. ദിവസേന കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6:30 വരെ വിഷ്ണു സഹസ്രനാമ ജപവും സമൂഹ പ്രാർത്ഥനയും പാരായണവും പ്രഭാഷണവും നടന്നുവരുന്നു. 7-ാം ദിവസമായ ജൂൺ 1-ന് വിവിധ പ്രാർത്ഥനകളും ശ്രീകൃഷ്ണ പാരായണവും നടക്കും. തുടർന്ന് വിശേഷാൽ നിവേദ്യം, പായസം എന്നിവ വിതരണം ചെയ്യും. സഹ സംഘർഷണ ചക്രേ ഭഗവാൻ മധുസൂദന കലോജനിഷ്യമാനാനം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താന സുപുണ്യം വിദനോ യശ യസ്മിൻ സകർണപീയൂഷേ യശസ്ത്രീർദ്വരേ കൃസകൃത ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ നുനുദേ കർമ്മവാസനം ഭോജവിഷ്ണിന്ദക മധു ശൂരസേന ദശാർഹകൈ സാകനീയോദർശ്യോത് കുരുസഞ്ജയ ബാന്ധുവേ കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമാപന ദിവസവും പ്രസാദകൂട്ട് ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ ഉണ്ണി മൂസത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വണയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ആലിക്കൽ അബ്ദുള്ള മാസ്റ്ററെ അനുസ്മരിച്ചു.
റീഹാബിലിറ്റേഷൻ സെൻറ്റർ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു അബ്ദുള്ള മാസ്റ്റർ. വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രസിഡന്റ് ഡോക്ടർ MK രാമചന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. എ. സുർജിത്ത് ദേവ് അബ്ദുള്ള മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പി. മമ്മിക്കുട്ടി MLA, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NP കോമളം, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. ഭാസ്കരൻ, KP സുധീർ, KT സെയ്തലവി ദാരമി, ഹംസ ലത്തീഫി, ഡോക്ടർ നാസർ, N. ബാലൻ, മോഹനൻ എരുമേലി എന്നിവർ സംസാരിച്ചു. ഒരാൾക്കും അബ്ദുള്ള മാഷയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഒരാൾക്കും അബ്ദുള്ള മാഷയെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തൂണിലും തുരുമ്പിലുമൊക്കെ അബ്ദുള്ള മാഷയുടെ ജീവൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം രോഗബാധിതനായി മാരകമായ രോഗത്തിന് അടിപ്പെട്ടുകൊണ്ട് ദിവസങ്ങളെണ്ണി കഴിയുന്ന ഒരാളാണ് എന്ന ബോധം അല്പം പോലും തേടിയിടേണ്ട വിധത്തിൽ മറ്റ് രോഗികളായ ആളുകളെ ശുശ്രൂഷിക്കാൻ, അതുപോലെ തന്നെ അവരെ സ്വാതന്ത്ര്യപ്പെടുത്താൻ, അവർക്ക് ആവശ്യമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി EPRCയുടെ പ്രവർത്തകനായും ഹോം കെയറിൻ്റെ പ്രവർത്തകനായും വളണ്ടിയറായും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നേതൃത്വമായും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദുന്നൂരിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ പാണക്കാട് സയ്യിദ് ഷാഹിർ അലി ശിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. UR പ്രദീപ് MLA, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, MP കുഞ്ഞിക്കോയ തങ്ങൾ, ബഷീർ ഫൈസി ദേശമംഗലം, ഗിന്നസ് സത്താർ ആദൂർ, KP ഉണ്ണി പുതുശ്ശേരി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. കൂടാതെ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജാതിഭേദഭേദമന്യേ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ വരുവാനും കാണുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 10-ന് സ്നേഹസംഗമവും നടക്കുമെന്ന് പുതുശ്ശേരി മഹല്ല് ജനറൽ സെക്രട്ടറി MM സിദ്ദിഖ്, മഹല്ല് ട്രഷറർ PU അബ്ദുൽ കരീം, നിർമ്മാണ കമ്മിറ്റി കൺവീനർ AA അബ്ദുൽ ഷഹീം, മഹല്ല് ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി, PA ബഷീർ മുസ്ലിയാർ തലശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 1-ാം തീയതി ളുഹർ നമസ്കാരത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തുകയാണ്. പാണക്കാട് ആഷിഖ് അലി ശിഹാബ് തങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉദ്ഘാടനത്തിൽ എത്തുന്നതാണ്. ഇവിടെ വിശിഷ്ടാതിഥികളും ഈ ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പങ്കെടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് അധികം ആളുകളെ ക്ഷണിക്കുവാനോ ബന്ധപ്പെടുവാനോ കഴിയാത്തത് കാരണം കൊണ്ട് ഈ ഉദ്ഘാടനത്തിന് എല്ലാ ജനങ്ങളും എത്തിച്ചേരുമെന്ന്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചൻ്റെ 62ാമത് ശ്രാദ്ധാചരണം ജൂൺ 1 മുതൽ 9 വരെ ചേലക്കരയിൽ ആചരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലൻകാവിലിൻ്റെ നേതൃത്വത്തിൽ നടക്കും. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിലേക്ക്, പ്രാർത്ഥനയ്ക്ക് ശേഷം 4 മണിക്ക് ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തും. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുക്കും. വൈകിട്ട് 6:15-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻ ജെയ്സൺ കൂനംപ്ലാക്കിൽ പദയാത്രാ സമാപനത്തിൽ സംസാരിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ശ്രദ്ധദിന തിരുകർമ്മങ്ങളുടെയും അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലക്കാവിൽ, പാലക്കാട് രൂപത മെത്രാൻ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, വികാരി ജനറൽ മോൻ ജെയ്സൺ കൂനംപ്ലാക്കൽ, വൈസ് പോസ്റ്റ്ലേറ്റർ ഡോക്ടർ പോൾ പുളിക്കൽ, മുള്ളൂർക്കര വികാരി ഷിജു ചിറ്റിലപ്പള്ളി, തൃശൂർ ഇരിങ്ങാലക്കുട രൂപത ഫറോന വൈദികൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇതിനോടനുബന്ധിച്ച് 62 ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുമെന്നും ജൂൺ 9-ാം തീയതി ശ്രദ്ധദിനവും ശ്രദ്ധ ഊട്ട് നടക്കുമെന്നും ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജെയ്സൺ പുലിക്കാട്ടിൽ, വികാരി തോമസ് പാറേക്കാടൻ, സിബി കൊള്ളിക്കളവിൽ, സാജു കരിക്കേടത്ത്, പ്രദീപ് ഉപ്പാന്തരം എന്നിവർ പറഞ്ഞു. ദിവസമാണ് ജൂൺ 9 തിങ്കളാഴ്ച. അന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ പീറ്റർ കൊച്ചുപുരയ്ക്കൽ, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കലാണ് അന്ന് ദിവ്യബലി അർപ്പിക്കുന്നത്.
അതോടൊപ്പം തന്നെ സന്ദേശം നൽകുന്നത് ഫാദർ സെബാസ്റ്റ്യൻ ചാലിക്കൽ തൃശ്ശൂർ മേരി മാതാ മേജർ സെമിനാരി റെക്ടർ ആണ് ചെയ്യുന്നത്, സന്ദേശം നൽകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബഹുമാന ദേവദാസൻ നാനേതച്ച് പറമ്പിലച്ഛൻ്റെ ജന്മനാടായിട്ടുള്ള ഇരിങ്ങാലക്കുട രൂപതയിലത്തെ കോട്ടാറ്റ് പള്ളി ഇടവക വികാരി അച്ഛനാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അനുമതി തേടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അപകടകാരികളായ വന്യജീവികളെ കൊല്ലാനുള്ള അനുമതി വൈകിക്കൂടെന്ന് ഒരു വിഭാഗം ആളുകൾ വാദിക്കുമ്പോൾ ഇവയെ കൊന്നൊടുക്കുന്നതിനോട് വിയോജിപ്പുള്ളവരും ഉണ്ടാകും. മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. വംശനാശം സംഭവിക്കുന്ന വന്യജീവികളെ കൊന്നൊടുക്കുന്നതിനോട് എതിരാണ്. പക്ഷേ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പല വന്യജീവികളും ഇന്ന് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവയെ കൊന്നൊടുക്കുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം മനുഷ്യന് അത്ര അധികം ബുദ്ധിമുട്ടുള്ള പല വന്യജീവികളുണ്ട്. അവയെ കൊന്നൊടുക്കുന്നത് സ്വാഗതാർഹമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. AC മൊയ്തീന്റെ രാജി ആവശ്യപ്പെട്ട കുന്നംകുളത്തെ MLA ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗവും ലാത്തി ചാർജും. വാടാനംകുറിശ്ശിയിൽ മന്ദഗതിയിലായ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത പ്രതിസന്ധിക്കെതിരെ BJPയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് പ്രളയ സാധ്യതയില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്ത നിവാരണ നിയമപ്രകാരം അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ വിനിയോഗിക്കണം. ഏതു സാഹചര്യത്തെയും നേരിടാൻ നാട് സജ്ജമെന്നും മന്ത്രി. കനത്ത മഴ തുടരുന്നു. പുഴയോരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. ഭാരതപ്പുഴയിലെ ചങ്ങണാങ്കുന്ന് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററുകളുടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. മാത്തൂർ കോട്ടായി മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. കാർഷിക മേഖലയ്ക്കും കനത്ത മഴ തിരിച്ചടിയായി. അൻവർ UDFിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് K. മുരളീധരൻ. തെറ്റുകൾ അൻവർ തിരുത്തും. തരൂർ BJPയിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നും K. മുരളീധരൻ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് പച്ചക്കൊടി. പാലം നിർമ്മാണത്തിന് റെയിൽവേ അന്തിമാനുമതി നൽകിയെന്ന് K. രാധാകൃഷ്ണൻ MP. സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായാൽ 1.5 വർഷം കൊണ്ട് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഷൊർണൂരിൽ വീണ്ടും കഞ്ചാവ് വേട്ട. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചർ ട്രെയിനിൽ 7.5 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് റെയിൽവേ പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.